Periyar Maniamma Institute of Science and Technology, Thanjavur, AAA with specialization in electric vehicles and energy engineering. ഒരു പ്രോജക്റ്റാണ്. സ്റ്റണ്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര. അതിലൊരു മോശം എന്ന് പറയുന്നത് 90% മാർക്ക് കൊടുക്കാവുന്ന ഒന്നാണ്. എൻ്റെ പേര് ശരവൺ മഹേഷ്, എഴുത്തുകാരനാണ്. ബെസ്റ്റ് വൺ. ഇന്ന കോമാളി തരം പോലെ എന്തൊക്കെയാണ് ഞാൻ പറയുന്നില്ല. പോരെ ബ്രോ, മണിരത്നത്തിൻ്റെ ഒരു മൂവിയാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഒരു ഇത് വന്നിട്ടില്ല ബ്രോ. എന്ന് വെച്ചാൽ നമ്മളൊരു മൊത്തത്തിൽ മൂവി ഒരു ഫ്ലോപ്പായിരുന്നു എന്ന് തന്നെ പറയണം ബ്രോ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അങ്ങനെ പിടിച്ചിരുത്താനുള്ള ഒരു സംഭവം ഇല്ല. പക്ഷേ സിംബു കൊള്ളായിരുന്നു. സിംബുവിൻ്റെ പെർഫോമൻസ് മൊത്തത്തിൽ കൊള്ളായിരുന്നു. പക്ഷെ പടം പോരാ. അത് ഒരു ബിലോ ആവറേജ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇല്ല മണിരത്നത്തിൻ്റെ പടമാണെന്ന് പറയാൻ തന്നെ ഒരു ഇതില്ല. സിംബു കൊള്ളാം. കമലഹാസൻ കുഴപ്പമില്ല, ഓക്കെ, നോർമൽ കമലഹാസൻ്റെ ഒരു പെർഫോമൻസ് ആണ്. സിംബു ആണ് ഈ ഫിലിം മൊത്തത്തിൽ കൊണ്ടുപോകുന്നത് പെർഫോമൻസ് വൈസ്. സിനിമ ഞാൻ ചോദിച്ചെല്ലാവരും പറഞ്ഞതെന്ന് വെച്ചാൽ കൊള്ളത്തില്ല എന്നാണ്. എൻ്റെ ഫ്രണ്ട്സായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അവരെല്ലാം പറയണ കൊള്ളത്തില്ല എന്നാണ് പറയുന്നത്. ജോജു കൊള്ളാമായിരുന്നു, കുറച്ച് സമയമേ ഉള്ളൂ, പക്ഷെ കൊള്ളാമായിരുന്നു. തൃഷ ഓക്കെ, ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും ഓക്കെ എന്ന് പറയാനേ ഉള്ളൂ. സിംബു ആണ് ഏറ്റവും നല്ലത് മൂവിയിൽ. കമലഹാസൻ സൂപ്പറായിട്ട് നല്ല ഫൈറ്റ് സീനൊക്കെ ഈ വയസ്സാം കാലത്തായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ടൂവിൽ ചെയ്യും പോലെയൊന്നുമല്ല, നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ. സ്റ്റോറിക്കൊരു കരുത്തില്ലാത്തൊരു സ്റ്റോറിയായി പോയി. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും സ്റ്റോറി എന്താണെന്നുള്ളത്. വൺ ടൈം വാച്ച് അത്രേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മളെ ഒരുമാതിരി പ്രേക്ഷകർ തക്കാക്കി കളഞ്ഞു. അതൊരു സത്യം പറഞ്ഞാൽ ആ പേര് നമുക്ക് പ്രേക്ഷകർക്ക് പറ്റിയൊരു പേരാണ് തക് ലൈഫ്. ഓഫീസ് കൊണ്ട് ഞാനാണ് വേഗം നോക്കി ഇറക്കിയത്. അപ്പോൾ തക് ലൈഫ് ആയിപ്പോയി. എത്ര പറ്റും പെർഫോമൻസ് ബേസ്, ഡയറക്ടർ ബ്രില്യൻസ് ഒക്കെ അടിപൊളി, സിനിമാറ്റോഗ്രാഫി അടിപൊളി, ബാക്കിയുള്ള സെറ്റപ്പ് അടിപൊളി. പക്ഷേ സ്റ്റോറിക്കൊരു കഴമ്പില്ല, ഒരു നട്ടില്ലാത്ത സ്റ്റോറി പോയി. വൺ ടൈം വാച്ച് അത്രേ പറ്റത്തുള്ളൂ. മൂവി കൊള്ളാം. മണിരത്നത്തിൻ്റെ പഴയ പടത്തിനെ പോലെയൊക്കെ ഉണ്ട്. നായകന് ജസ്റ്റ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുക. പെർഫോമൻസ് നന്നായിരുന്നു. ചിലമ്പരശ്ശിന് നന്നായിട്ടുണ്ടായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. വിക്രമത്തിന് ശേഷം നല്ലൊരു പടം, നല്ല പടം. സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് സിങ്ക്. ഫസ്റ്റ് ഹാഫ് നല്ല സ്ക്രീൻ പ്ലേ ആയിരുന്നു, അടിപൊളി. മണിരത്നത്തിൻ്റെ എല്ലാ ടച്ച് ഉണ്ടായിരുന്നു, നായകൻ്റെ ഫുൾ ടച്ച് ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പം മൊത്തം കൊളായി. മൊത്തം എന്ന് വെച്ചാൽ ഒന്നുമില്ല, മൊത്തം അടി. ഭയങ്കര ഓവർ ആയിട്ടാണ് വന്നത്. പക്ഷേ ഐ തിങ്ക് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് സിങ്ക് ആയി. തീരെ ഇഷ്ടപ്പെട്ടില്ല. ഐ തിങ്ക് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഗോയിങ് ടു ബി എ ഫ്ലോപ്പ്. കമലഹാസൻ്റെ അടിപൊളി പെർഫോമൻസ്, സിംബുയുടെ അടിപൊളി പെർഫോമൻസ്. പക്ഷേ സെക്കൻഡ് ഹാഫ് ഇരിക്കാൻ പറ്റുന്നു. ക്യാമറ ഒക്കെ കൊള്ളാം, സിനിമാറ്റോഗ്രാഫി ഒക്കെ കൊള്ളാം. ഫസ്റ്റ് ഹാഫ് അടിപൊളി. ഫസ്റ്റ് ഹാഫ് മണിരത്നത്തിൻ്റെ എല്ലാ ടച്ചും ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് തീരെ മോശം. ഓക്കെ, ലാഗും സ്ക്രീൻ പ്ലേയും കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് സിങ്ക്. അടിപൊളി സിനിമ. കമലഹാസൻ ഇതുവരെ ഒരു സിനിമ ഉണ്ടാവില്ല. ആവറേജിലും താഴെ ഉള്ളൂ. ഒന്നുമില്ല, കഥയായിട്ട് പറയാനായിട്ട് ഒന്നുമില്ല. ട്രെയിലർ കാണിച്ചതിനപ്പുറം ആ പടത്തിലില്ല. അതാണ് മെയിൻ പ്രശ്നം. ഫസ്റ്റ് ഹാഫ് പിന്നെ ഓക്കെ. ഇതൊരു 100 പടം പണ്ട് ഹിന്ദിയിലും തമിഴിലൊക്കെ വന്നതാണ്. ഗ്യാങ്സ്റ്റർ ഡ്രാമ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കാണിച്ചു വെച്ച് പോരാ. ഇതല്ല പ്രതീക്ഷിച്ചത്. നായകനെക്കാളും മേളിൽ വരും എന്നൊക്കെ പറഞ്ഞിട്ട് നായകൻ്റെ വാലിക്കെട്ടല്ല. നായകൻ്റെ ഫസ്റ്റ് ബിഗിനിങ് സീനിൻ്റെ 10 മിനിറ്റിൻ്റെ അത്ര പോലും ഇല്ല പടം. അതേ പറയാനുള്ളൂ. അതും ഓക്കെയാണ് പെർഫോമൻസ്. പിന്നെ ഏറ്റവും വിഷമമുള്ള കാര്യം അലി ഫസൽ എന്ന് പറയുന്ന ഒരു കിടിലൊരു നടനെ കൊണ്ടുവന്നിട്ട് ഒരുമാതിരി കോമാളി കാണിച്ചു വെച്ചിരിക്കുന്നത്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല, ദ്രോഹമാണ് അങ്ങനത്തെ ചെയ്യണം. അങ്ങനെ ഹിന്ദിയിൽ പോലും ഇങ്ങനത്തെ റോള് ചെയ്യാറില്ല. മിർസാപൂരിലെ നായകനെയാണ് ഞാൻ പറയുന്നത്. പുള്ളിയെ കൊണ്ടുവന്നിട്ട് ഒരുമാതിരി അതൊരിക്കലും പുള്ളിയെ പോലുള്ള ആക്ടേഴ്സിനെ പുള്ളി റെസ്പെക്റ്റിൻ്റെ പുറത്ത് ഔട്ട് ഓഫ് റെസ്പെക്റ്റിൻ്റെ പുറത്താണ് അവർ വന്ന് ചെയ്തത്, അവരെ പുറത്തുള്ള. എന്നിട്ട് പുള്ളിയൊക്കെ ഒരുമാതിരി വില്ലനായിട്ട് കൊണ്ടുവരാനും പറ്റിയ വില്ലനായിട്ട് കൊണ്ടുവന്നോ, മോശം വില്ലനായിട്ടല്ല കൊണ്ടുവരേണ്ടത്. വളരെ അലമ്പ് പരിപാടിയായി. അത് ഭയങ്കര വിഷമമുണ്ട്. ബാക്കി പെർഫോമൻസ് വൈസ് കൊള്ളായിരുന്നു. ഐശ്വര്യലക്ഷ്മി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല കൊള്ളായിരുന്നു. എല്ലാവരും കൊള്ളായിരുന്നു. ആക്ടിങ് കൊള്ളാം, പക്ഷെ കഥയില്ലെങ്കിൽ ആക്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. രക്ഷപ്പെടുത്തിയെടുത്ത AR റഹ്മാനും പറ്റിയിട്ടില്ല. അതാണ് പറയാൻ. ബ്രോ, അത് നിങ്ങൾ സിനിമ കണ്ടിട്ട് നോക്കുക. അതിൻ്റെ 1 ലൈൻ എടുത്തിട്ട് എന്താണ് കഥയെന്ന് എഴുതി നോക്കുക. അപ്പോൾ മനസ്സിലാവും എന്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണമല്ലോ. കഥയിലൊന്നുമില്ല, ത്രെഡില്ല. പിന്നെ അതിൽ അവർ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ ചിമ്പുവിനെ പൊതുവെ കാണിക്കാറില്ല. ഈ ഓവർ ലൗഡ് പരിപാടിയില്ല, സട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ആകെയുള്ള എനിക്ക് തോന്നിയൊരു വെറൈറ്റി. അല്ലാതെ അതിലൊന്നുമില്ല. ജോജു ജോർജ് നന്നായിരുന്നു, നല്ല പെർഫോമൻസാണ്. കമലഹാസൻ്റെ റോളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സകലകലാ വല്ലഭനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. മണിരത്നത്തിനെ കുറ്റം പറയാൻ പറ്റുള്ളൂ. കാര്യം മണിരത്നം ഇത് കാണിച്ചത് പക്ക തേപ്പായിപ്പോയി. കാര്യം ഒരു വൻ പ്രതീക്ഷയോടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ,
വരിക്കച്ചൊക്കെ പോണെന്ന് തിന്നും പോലെ ചുള പോലെ ഇരിക്കുന്നത്. ഇതെന്തൊരു പടമാണ് ഇത് എടുത്ത് വെച്ചേക്കണത്. വെറും മോശം എന്ന് വെച്ചാൽ വെറും ചിമ്പുവിനെ കൊണ്ടുവന്നൊക്കെ വെറും ഒരു കളിപ്പാട്ടം പോലെ. അതായത് പടം തുടങ്ങുമ്പോഴത്തേക്ക് ലാഗാണ്. ഫസ്റ്റ് ഹാഫ് ലാഗ്, സെക്കൻഡ് ഹാഫ് ലാഗ്, ക്ലൈമാക്സൊക്കെ എന്തരാ പോലെ നമുക്ക് ഒരു കോമഡി ആയിട്ട് തോന്നും പോലെയാണ്. കാര്യം വെറും മോശം പടം. നമ്മളൊരു പടത്തിൻ്റെ കുറ്റം പറയുന്നതല്ല, കാര്യം സ്ക്രിപ്റ്റിങ് വെറും മോശം. കാര്യം മണിരത്നം മറ്റേ പഴയ പടത്തിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ എടുത്ത് ഈ പടത്തിൽ കുറേ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് വർക്കൗട്ട് ആവണ്ടേ. ഇതൊരു അരയടിച്ചാലും നമുക്ക് തികയില്ല. അരയടിച്ചാലും ഇതിൻ്റെ വിഷമം മാറില്ല. കാര്യം വെച്ചാൽ അത്രയ്ക്ക് നമ്മൾ രാവിലെ കഷ്ടപ്പെട്ട് വന്നതാണ്. മാംഗോ ശീലയിൽ നിൽക്കില്ല, മൂഡ് മേക്കറിലെ നിൽക്കുകയുള്ളൂ, എന്നാലേ പിടിക്കുകയുള്ളൂ. കാര്യം അതൊക്കെ പടം നമ്മൾ നല്ല പറയാമല്ല. എ ആർ റഹ്മാൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് ലാസ്റ്റ് ക്ലൈമാക്സിൽ കുറച്ച് ഒരു 5 മണി പൂവേ എന്നുള്ള ആ പാട്ടിൻ്റെ ഒരു മ്യൂസിക് അത് കേൾക്കാനായിട്ട് കൊള്ളാം തിയേറ്ററിൽ. ആ ഒരു ഓളം മാത്രമല്ല. പിന്നെ ഫൈറ്റ് സീന് എന്ന് പറയുന്നത് ഫൈറ്റൊക്കെ ഒരുവിധമൊക്കെ കുഴപ്പമില്ലെന്ന് പറയാം. പക്ഷേ പറയേണ്ട കാര്യമില്ല, വെറും മോശമായിപ്പോയി പടം. നമ്മൾ പറയും പോലത്തെ ഒരു രീതിയൊന്നുമില്ല. വെറും മോശം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കഥ മാത്രമല്ല, ബാക്കിയുള്ളവരുടെ ആക്ടിങ് കാര്യങ്ങളെല്ലാം വെറും മോശം. കാര്യം ജോർജ് നമ്മളെ മലയാളത്തിലെ നല്ലൊരു നടനാണ്. പുള്ളി കുറച്ച് ബെറ്ററായിട്ട് വന്നിട്ടുള്ളതെന്ന് നമുക്ക് പറയാമല്ലോ. വലിയ കംഫർട്ടബിളായിട്ട് വന്നിട്ടുണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീരെ മോശമാണ്. പിന്നെ പഞ്ച് ഡയലോഗുകളൊക്കെ ഉണ്ട്. അത് മാംഗോ ചില്ലി മച്ചാൻ്റെ ചാനലിലെ പഞ്ച് ഡയലോഗുകളൊക്കെ. പടം വെറും മോശം ബ്രോ. പടം സൂപ്പർ പടം, നല്ല എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. കമലഹാസൻ്റെ ഒരു പവർഫുൾ സിനിമ. പറയാം, തീർച്ചയായും പറയാം. നന്ന പെർഫോമൻസൊക്കെ പക്കായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. നല്ല പടം സൂപ്പർ പടം. ഉലകനായകൻ്റെ വിളയാട്ട്, ചിമ്പുവിൻ്റെ ആറാട്ട്, സൂപ്പർ പടം, നല്ല പടം. ഫസ്റ്റ് ഹാഫ് നല്ല രസമാണ്, നമുക്ക് കണ്ടിരിക്കാം. സെക്കൻഡ് ഹാഫ് ഭയങ്കര ലാഗായിരുന്നു. അല്ല, എന്ന് വെച്ചാൽ അതിങ്ങനെ നമുക്ക് തോന്നില്ല ഇത് ഇത്രയും വലിച്ചു നീട്ടണത്. എക്സ്പെക്റ്റഡ് ക്ലൈമാക്സ് ആണ് ആ സംഭവം. പക്ഷേ ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ പുള്ളിക്കാരൻ്റെ സിഗ്നേച്ചർ കുറേ ക്യൂട്ട് മൊമെൻറ്റ്സ് ഒക്കെ ഇല്ല, അതൊക്കെ ഉണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫ് ഒരു ഫൈറ്റും സെക്കൻഡ് ഹാഫ് അത്രയ്ക്കൊരു ഇതില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ ദാറ്റ് വാസ് നോട്ട് സാറ്റിസ്ഫാക്ടറി. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ആ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ആ പുള്ളിയുടെ റൊമാൻറ്റിക് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ടല്ലോ, കുറേ ക്യൂട്ട് മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ട്രെയിലറിൽ കണ്ടല്ലോ, തൃഷയുടെ കൂടെ ഉള്ളതാണെങ്കിലും കമലഹാസൻ്റെ ഭയങ്കര നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സെക്കൻഡ് ഹാഫിൽ ഈ എന്താ പറയുക റിവെഞ്ച് എടുക്കുന്നതും അങ്ങനത്തെ ഒരു സംഭവം വന്നപ്പോൾ ആ ഒരു മണിരത്നത്തിനൊരു യൂഷ്വലി ഒരു ലാഗ് ഉണ്ട്, പുള്ളിക്കാരൻ്റെ ഒരു ലാഗ്. അത് ഇങ്ങനെ വലിച്ചു നീട്ടി സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ ഒട്ടും തന്നെ ഒരു ഇതില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഒട്ടും കൊള്ളില്ല അങ്ങനെയൊന്നുമല്ല, കാണാം. മണിരത്നം മൂവി നമുക്കറിയാമല്ലോ, എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ എങ്ങനെയാണെന്നുള്ള ആ ഒരു രീതിയിൽ കണ്ടിരിക്കാത്രേ ഉള്ളൂ. യൂഷ്വൽ ഗ്യാങ് വാർ പോലെ ഭയങ്കര ഫൈറ്റൊന്നുമില്ല. ഭയങ്കര ഫ്ലോപ്പ് പടം. എന്തായാലും 3 ലെജൻസിനെ കാണാൻ വന്നു. മണിരത്നം, അതുപോലെ തന്നെ കമലഹാസനും എ ആർ റഹ്മാൻ മ്യൂസിക്. ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എക്സ്പെക്റ്റേഷൻ എന്താണ്? അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻ വന്നിട്ട് 3L കാണാൻ വന്നിട്ട് 3G ആയത് അവസ്ഥയാണ്. ഒരു പടവും ഒരു സുഖമില്ല. മൊത്തത്തിൽ പടം ഭയങ്കര ബിലോ പാർ. ഇങ്ങനൊരു പടം മണിരത്നമൊക്കെ എടുക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം തിയേറ്ററിൽ ഫുള്ളിരുന്ന് കാണാൻ പറ്റിയില്ല. ലാസ്റ്റിലൊക്കെ കാണിക്കുന്ന പാസവും ഈ ഭയങ്കര ക്ലൈമാക്സിലൊക്കെ വരുന്നത് എൻ്റെ അമ്മ ഇപ്പോൾ ക്ലൈമാക്സ് ഒന്നും സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഇറങ്ങി വന്നതാണ്. ഇങ്ങനൊരു പടം മണിരത്നം കോമ്പോയിൽ എടുക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ആഗോള പോസിറ്റീവ് കുറേ പോർഷൻസിൽ കമലഹാസൻ എന്ന ആക്ടറിൻ്റെ മാക്സിമം ഔട്ട് വന്നിട്ടുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റ് ദുരന്തത്തിലും കുറച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ അത്. കാരണം സ്ഥിരം കണ്ട ക്ലീഷ സെയിം സാധനം. നായകനൊക്കെ ഈ ലെവലിൽ നിൽക്കുന്നത് ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ അത്ര മോശം. ദുരന്തം. ഇന്ത്യൻ 2 ആയിട്ട് ഭയങ്കര മത്സരമായിരിക്കും. ഇന്ത്യൻ 2 ഇതും തമ്മിൽ അടിച്ചടിച്ച് നിൽക്കും. ആളുകൾക്ക് പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല ഇത് ഏത് ജയിക്കുമെന്ന്. അതിന് ടൈറ്റ് കോമ്പറ്റീഷൻ അടിക്കും. കമലഹാസൻ്റെ ഈ ഇടയ്ക്കൽ സാറിൻ്റെ ഈ പടങ്ങളിൽ വലിയ കോമ്പറ്റീഷൻ നടക്കുകയാണ്. ഒന്നും പറയാനില്ല. ദുൽഖർ രക്ഷപ്പെട്ടു. ദുൽഖറിൻ്റെ ഈ സ്ക്രിപ്റ്റ് കേട്ടെന്ന് തോന്നുന്നു, അപ്പോഴേ ഓടിയതാണ്. ഡേറ്റ് ഉണ്ടായിട്ടും കൊടുക്കാത്തതാണെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനത്തെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദുൽഖറിനും കൂടെ ഫീൽഡ് ഔട്ടാവും. ആ രീതിയിലുള്ള പടമാണ്. ഒന്നും പറയാനില്ല. ഭയങ്കര ദയനീയം. ഇതുപോലെ ഇന്ത്യൻ 2 ആയിട്ട് അടിച്ചു നിൽക്കും ഭയങ്കരമായിട്ട്. ചില ഫസ്റ്റ് ഹാഫിൽ സിനിമാറ്റോഗ്രാഫി കുറേ പോർഷൻസ് കൊള്ളാം, കുറച്ച് നന്നായിട്ട് മേക്കിംഗ് ഉണ്ട്. BGM വലിയ തെറ്റില്ല, BGM വലിയ കുഴപ്പമില്ല, BGM കുറച്ച് ഓക്കെ. ബാക്കി പടം സ്ക്രിപ്റ്റ് എൻ്റെ ദൈവമേ, ഡയറക്ഷൻ ഭയങ്കര പാസ്, ഭയങ്കര കരച്ചിൽ പിടിച്ചിട്ട് ഒരുമാതിരി ഭയങ്കര ഡ്രാഗ് പടം. ഒട്ടും പോരാ. കമലഹാസനെ കാണാൻ വന്നിട്ട് തിയേറ്ററിൽ നിന്ന് ആസനം തേഞ്ഞ് ഇത്ര തന്നെ, വേറെ കാര്യമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ ഉണ്ട്, കേട്ടില്ല.
ക്ലൈമാക്സ് വരുമ്പോഴും ലാഗ് തന്നെയാണ്. ഒരു ഉറക്കം എണീറ്റ്, ഞാൻ ഒരുപാട് തവണ ഉറക്കം എണീറ്റ് വന്നു. വയസ്സായതിൻ്റെ ഒരു വയസ്സ് അങ്ങനെ പറയാൻ പറ്റില്ല. പുള്ളിയുടെ മാക്സിമം ചെയ്തിട്ട് ഇപ്പോൾ നമ്മളൊക്കെ വയസ്സാണ്, ഇപ്പോഴേ നടുവരെ. പുള്ളി ആ സമയത്ത് ഇത്രയും ചെയ്യുന്നല്ലോ. സോ പുള്ളി അഭിനയം കൊള്ളാം. പിന്നെ അത് പണ്ട് പോലെ പുള്ളിയുടെ അഭിനയം നമുക്കൊന്നും കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. പുള്ളി കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും. കഥയാണ് കുറച്ചുകൂടെ ഒന്ന് ലാഗായതും. പുള്ളിയുടെ ഒരു മണിരത്നം പുള്ളിയുടെ ഒരു യൂഷ്വൽ സാധനം ആണ്. ലാഗിൻ്റെ ഒരു സംഭവമാണ് അതിനകത്തുള്ളത്. ഓവറായോന്നോ? ലാഗാണ്, കുറച്ച് ലാഗാണ്. വൺ ടൈം വാച്ച് ആണ്. ഒരു 3 മണിക്കൂർ ഞാൻ ഉറക്കം തൂങ്ങിയൊക്കെ ഇരുന്ന്